നമ്മൾ ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി പോവുകയാണ്. അതിന് അത്യാവശ്യം വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വച്ചിരിക്കുന്നത്. അതിന് 1 കപ്പ് ഓട്സ്, അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം, ചിരകിയ തേങ്ങ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ മുരിങ്ങയില. അപ്പം നമ്മുടെ ഫുഡ് ഐറ്റംസിൽ കൂടുതൽ മിക്സ് ചെയ്യേണ്ടുന്ന ഐറ്റം ആയതുകൊണ്ട് തന്നെ കുറച്ച് മുരിങ്ങയില കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ മുളക്, പിന്നെ അത്യാവശ്യമായി കടുക് പൊട്ടിക്കാൻ ആവശ്യമായ കടുക്, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉഴുന്ന് മറ്റ് ഇൻഗ്രീഡിയൻസുകൾ ചേർക്കാവുന്നതാണ്. അതിനായി അടുപ്പ് കത്തിച്ച ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓട്സ് ചേർക്കുക. ഓട്സ് ചെറുതായി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 4 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക, ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഓട്സ് ഇവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഓട്സ് അത്യാവശ്യം 4 മിനിറ്റ് നന്നായി ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാൻ അടുപ്പത്ത് വെച്ച് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. അത്യാവശ്യമെങ്കിൽ നമുക്ക് നെയ്യും ചേർക്കാവുന്നതാണ്. അതിലേക്ക് കടുക് പൊട്ടിക്കാനായി ഇടുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം മുളക്, അതുപോലെ തന്നെ ചെറിയതായി അരിഞ്ഞ ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ട് നന്നായി വഴറ്റുക. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവോള നമുക്ക് ചേർക്കാം. സവോള നന്നായി വഴണ്ട് വരണം എന്നില്ല, ഒന്ന് ചെറുതായി 1 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുരിങ്ങയില ചേർക്കുക. മുരിങ്ങയില നമ്മൾ ദിവസവും ഫുഡിൽ ചേർക്കുന്നത് നല്ലതാണ്, ഫൈബർ കണ്ടൻറ്റ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മുരിങ്ങയില ചെറുതായി ചേർക്കാം. അങ്ങനെ എടുത്തു വച്ചിരിക്കുന്ന മുരിങ്ങയിലയും ക്യാരറ്റും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതൊരു 2 മിനിറ്റ് നന്നായി ഇളക്കുക. മുരിങ്ങയിലയും ക്യാരറ്റും അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം നന്നായി തിളച്ച് വരട്ടെ. നമ്മൾ ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർക്കുക. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇട്ട് വെച്ചിട്ടുള്ള വറുത്ത ഓട്സ് നമ്മൾ അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരു 4 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി അടച്ചു വയ്ക്കുക. ഇടയ്ക്ക് നമ്മൾ തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും അടച്ചു വയ്ക്കുകയാണ്. അപ്പം അത്യാവശ്യം 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴതിൽ ഇനി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഒരു ഇച്ചിരി മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായി തുറന്ന് വെച്ച് ഇളക്കുക. അപ്പോഴതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. അത്യാവശ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കുക. അപ്പോഴതിൽ വാട്ടർ കണ്ടൻറ്റ് മാറിക്കിട്ടാനാണ് നമ്മളിങ്ങനെ തുറന്ന് വെച്ച് ഇളക്കുന്നത്. നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് തുരുകിയ ചെറിയ തേങ്ങ തിരുകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് ചെറുതായി ആക്കിയിരുന്ന തേങ്ങ അതിലേക്ക് ഇടുക. ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. സ്വാദിഷ്ടമായ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ്, മുരിങ്ങയില, ഓട്സ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവിങ് പാനിലേക്ക് മാറ്റാം.
ഒരു സെർവിങ് പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ചൂടുള്ള ആവി പറക്കുന്ന നല്ല ക്യാരറ്റ്, മുരിങ്ങയില, ഓട്സ് ഉപ്പുമാവാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായി ഇടുക. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ നല്ല ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്.